ഐസിങ് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. 1/2 കപ്പ് ഷുഗർ, 1.5 കപ്പ് ഹോട്ട് വാട്ടർ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. തണുത്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. ഗനാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യണം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിനെ മേലെ ഫിറ്റാവുന്ന ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്, 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബോയിലാവണമെന്നില്ല, ജസ്റ്റ് എല്ലാം കൂടി മിക്സായി മെൽട്ടായിട്ട് വന്നാൽ മതി. ഇതേ കൺസിസ്റ്റൻസി ആകുമ്പോൾ മാറ്റി വെക്കുക. ഇതൊക്കെ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കേക്ക് ലെയർ ചെയ്യാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ 2 കപ്സ് വിപ്പിംഗ് ക്രീം എടുത്തത്. പറഞ്ഞ പോലെ ആദ്യം സ്ലോയിൽ തുടങ്ങി ഹൈ സ്പീഡിലാക്കുക. വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് ബീറ്റായി കഴിഞ്ഞാൽ ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കുക. ഗനാഷ് നമ്മൾ ചൂടാറാൻ വെച്ചപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. അതൊരു 4 ടേബിൾ സ്പൂൺ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്തപ്പോൾ ഗനാഷ് കുറച്ച് കുറവ് തോന്നി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്തു. ടോട്ടൽ 6 ടേബിൾ സ്പൂണ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തു. സ്റ്റിഫ് പീക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്യുക. തിക്കായി കഴിഞ്ഞാൽ പിന്നെ ബീറ്റ് ചെയ്യരുത്, ലൂസായി പോവും വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ബേസ് വെക്കുക. ബേസ് വെച്ചിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്കിന് 12 ഇഞ്ചിൻ്റെ ബേസാണ്. കുറച്ച് വലിപ്പം കൂടിയാലും കുഴപ്പമില്ല, നന്നായി ചെറുതായി പോകണ്ട ബേസ് എടുക്കുമ്പോൾ. ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. നന്നായിട്ട് വെറ്റായിട്ട് എടുക്കുക. വെറ്റാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് വെറ്റാവാൻ പാടില്ല. പിന്നെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ്ങിനായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ഗനാഷ് തന്നെ യൂസ് ചെയ്യുന്നു. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയറിലും സെയിം ഫില്ലിങ് തന്നെ ചെയ്ത് കൊടുക്കുക.
ഒരു ഐസിങ് ബാഗ് എടുത്തിട്ട് അതിൽ നോസിലിടണം. നൂറിൻ്റെ N1 റൊസെറ്റ നോസിലാണ് ഇട്ട് കൊടുത്തത്. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നോസിലിങ്ങനെ പുറത്തേക്ക് വരും. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇതേപോലെ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്രീം ഫില്ല് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. കേക്കിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രിപ്പിംഗ് എഫക്റ്റ് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ എടുത്തു വെച്ചതിൽ ബാലൻസ് ഉണ്ട്. ഞാൻ എല്ലാത്തിനും കൂടിയിട്ടുള്ള അളവാണ് ഫസ്റ്റ് പറഞ്ഞത്. 2 കപ്സ് ചോക്ലേറ്റ്, 1 കപ്പ് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നു. നമ്മൾ കുറച്ച് നേരം ഇരുന്നല്ലോ. അപ്പോൾ ഇത്രയും തിക്ക് എടുക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നേരത്തെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. ഇനി സെറ്റായ കേക്കിലേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച കേക്കാണ് കേട്ടോ. അതിലേക്ക് ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഓഫ്സെറ്റ് ചെറിയ സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട്, നന്നായിട്ട് അമർത്തി ആക്കരുത്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആവും. വിപ്പിംഗ് ക്രീമും ഗനാഷും കൂടി മിക്സ് ആവും. അപ്പോൾ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഡ്രിപ്പായിട്ട് വരുന്ന ഒരു എഫക്റ്റിൽ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക.